കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഹിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അയലക്കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: അയില അത്ര വലുതൊന്നുമല്ല, ഇടത്തരം ചെറുതാണ്. ഇത് വെച്ചാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ 1 കപ്പ്, കുറച്ച് ചുവന്നുള്ളി അരക്കാൻ വേണ്ടിയുള്ളതാണ്, കുറച്ച് ഉലുവ, 2 ഇല കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ ഉണക്കമുളകിൻ്റെ പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് അരക്കാൻ വേണ്ടി. വഴറ്റിയെടുക്കാൻ വേണ്ടി 1 സവാള ഇടത്തരം, 1 കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, കുറച്ച് ഉലുവ, കറിവേപ്പില, 2 പച്ചമുളക്, 1 ചെറിയ തക്കാളി. ഇത്രയുമാണ് ആവശ്യം. കരച്ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളവും വറ്റി ചൂടാക്കാൻ വെക്കുക. ഒരു മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ഇട്ട് അരച്ചു കൊണ്ടുവരാം. തേങ്ങയും ചുവന്നുള്ളിയും കറിവേപ്പിലയും 2 ഉലുവ, 2 പൊടികൾ, ഇത്രയും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചുകൊണ്ട് വരാം. അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുന്നത് വരെ സവാള അരിഞ്ഞു വെക്കാം. പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി എടുത്ത് വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളക് കീറിയതും എല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. നല്ലവണ്ണം ഇളക്കി ബ്രൗൺ കളർ ആകുന്നത് വരെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കുറക്കാപ്പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം. അധികം ഒന്നും വേണ്ട, പുളി അധികം ഉള്ളതുകൊണ്ട്. ഇതെടുത്ത് ചെറുതാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അധികം പുളി വേണ്ടാത്തതുകൊണ്ട് കുറച്ചെടുക്കണം. നിങ്ങൾക്ക് പുളി അധികം വേണമെങ്കിൽ 2 പീസ് എടുക്കാം. ഞാൻ 1 കഷ്ണം എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ച്. സവാള നല്ല മൂക്കുന്ന നല്ല മണം വരുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. സവാള എണ്ണയിലിട്ടിരിക്കുന്നത് നല്ല ചുമന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചുവന്നുള്ളി വേണമെങ്കിലും ചേർക്കാം. ഞാൻ സവാളയാണ് ഇട്ടിരിക്കുന്നത്. ഇനി അരപ്പ് ഇട്ട് കൊടുക്കാം. തേങ്ങയും ഉണക്കമുളകിൻ്റെ പൊടിയും ഇച്ചിരി ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത അരപ്പാണിത്. കഴുകി വച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ചെടുക്കണം.
കുറച്ച് നേരം തീ കുറച്ച് മൂപ്പിച്ചെടുക്കണം പച്ചമണം പോകാൻ. 5-8 മിനിറ്റ് നേരം ഞാൻ നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. പുളി ഞാൻ ഒരു കഷ്ണമല്ലേ എടുത്തുള്ളൂ. തക്കാളി ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കി അതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇനി മിക്സിയുടെ ജാറിൽ ഒഴിച്ച വെള്ളം കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല കുറുകിയ ചാറോട് കൂടിയ അയിലക്കറിയാണിത്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം എല്ലാം കൂടെ. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം തിളപ്പിക്കുക. നല്ലപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നല്ല തിളച്ച് വരുന്നുണ്ട്. കറി നല്ല തിളച്ച് വരുമ്പോൾ അയില ഇട്ട് കൊടുക്കാം. ഇനി അയില വേവുന്നത് വരെയും കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അയിലക്ക് വേവ് കുറവായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. മീനിട്ടാൽ പിന്നെ അങ്ങനെ കരണ്ടിയിട്ട് അധികം ഇളക്കരുത്. ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. നല്ല മണമുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഈ കറി വെച്ചാൽ 2 ദിവസം ഒരു കേടുമില്ലാതെ ഇരിക്കും. നല്ലപോലെ മസാല മൂപ്പിക്കുകയും എല്ലാം ചെയ്തതുകൊണ്ട്. വാളംപുളി ഇട്ടാൽ ഇതായിപ്പം കുടംപുളി ഇട്ട് വെക്കുന്നത് കൊണ്ട് 2 ദിവസം കേടാവാതിരിക്കും. പിറ്റേന്ന് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും. ഈ കറി എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഇതിൽ തൂവി കൊടുക്കാം. നല്ല കളർ കിട്ടാനാണ്. നിങ്ങൾ മീൻ പൊരിക്കുകയാണെങ്കിൽ ആ ലാസ്റ്റ് പൊരിച്ചു കഴിയുന്ന എണ്ണ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളറും നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. കറി നല്ല വെന്തിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്യും. അടച്ചു വെച്ച് അടുപ്പ് ഓഫ് ചെയ്യും. ഈ കറി എല്ലാവരും വെച്ച് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാം പെട്ടെന്ന് ചെയ്യാം. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഇത് വെച്ച് 2 ദിവസം എടുക്കാവുന്നതാണ്. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.